എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ നീരജ്. നിങ്ങളിന്ന് ഇതിൻ്റെ തംബ്നെയിൽ കണ്ടപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും ഇയാളെന്താ ഈ പറയണതെന്ന്. കാരണം കഷണ്ടി ആവുന്നത് അറിയാൻ ഒരു ഫോർമുല. എന്താ ഇത് പറയണത്? എന്താ ഉദ്ദേശിച്ചതെന്നായിരിക്കും ചിന്തിക്കുന്നത്. അതങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. ഇതൊരു റിസർച്ച് പോലത്തെ ഒരു സംഭവമാണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾക്ക് ജനറ്റിക് ആയിട്ടുള്ള കഷണ്ടീൻ്റെ ഫാക്ടർ ഇല്ലാതെ അതൊന്ന് മാറ്റി വെച്ചാൽ അതായത് ജനറ്റിക്കലി നിങ്ങൾക്ക് കഷണ്ടി ആവാൻ ചാൻസ് ഇല്ലാന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഫാദറിനാണെങ്കിലും നിങ്ങളുടെ മദറിൻ്റെ ഫാമിലി ആണെങ്കിലും ഒക്കെ അവർക്കൊന്നും കഷണ്ടിയില്ല. അപ്പോൾ നിങ്ങൾക്കും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണെന്ന് വിചാരിക്കും. അങ്ങനത്തെ കേസുകളിൽ ഭാവിയിൽ നിങ്ങൾക്ക് കഷണ്ടി ഉണ്ടാവാൻ ചാൻസ് കൂടുതൽ എന്ത് ഫാക്ടറിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. DHT ആയിരുന്നു എല്ലാവരും വിചാരിച്ചിരുന്നത് ആദ്യം തൊട്ട്. DHT ഒരു ഫാക്ടർ ആണെങ്കിൽ പോലും DHT മാത്രമല്ല, DHTനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല സാധനങ്ങളുണ്ടെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത ഒരു വീഡിയോ കഴിഞ്ഞ തവണ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിരുന്നത് സോംബി സെൽസിനെ പറ്റിയാണ്. ഈ സോംബി സെൽസ് എന്ന് പറയുന്ന കോശങ്ങൾ അതായത് അത് ഹെയർ ഫോളിക്കിൾസിൽ സെനസെൻസ് ആക്റ്റീവ് അസോസിയേറ്റഡ് സെക്രട്ടറി ഫിനോടൈപ്പ് എന്ന് പറഞ്ഞ ഒരു ടോക്സിൻ റിലീസ് ചെയ്യും. അത് കാരണം അടുത്തുള്ള കോശങ്ങളൊക്കെ ഹെയർ ഫോളിക്കിൾസൊക്കെ ഡെത്ത് ആവില്ല. പക്ഷേ ലൈവാണ്. പക്ഷേ അതിന് ഫങ്ഷൻസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷൻസിലോട്ട് നീങ്ങാറുണ്ട്. അത് ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. ഓക്കെ. അതിൻ്റെ അതേപോലെ തന്നെ ഒരു ഫാക്ടറാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഡയബറ്റിക്സ് ആയിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല ഉള്ളത്. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞത് പേഷ്യൻ്റ് ചിലപ്പോൾ ഇപ്പോഴേ ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. പക്ഷേ അയാൾക്ക് ഡയബറ്റിക്സ് അല്ലെങ്കിൽ ടൈപ്പ് 2 ഡയബറ്റിക് മെലിറ്റസ് കാണിക്കാൻ തുടങ്ങുന്നതോ അല്ലെങ്കിൽ ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ ഷുഗറിൻ്റെ ലെവല് കൂടുതലായിട്ട് കാണിക്കാൻ തുടങ്ങുന്നത് ചിലപ്പോൾ ഒരു 5 വർഷം 6 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. പക്ഷേ അതിന് മുന്നേ തന്നെ ബോഡി സയൻസ് കാണിക്കും. അതാരും ഒരാളും ഇത് ശ്രദ്ധിക്കാറില്ല. ഉം. അത് ശരിക്കും ഡോക്ടേഴ്സ് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കേസാണ്. അതായത് ഡയബറ്റിക് ആവുന്നതിന് എത്രയോ കാലം മുന്നേ നമുക്ക് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമ്മുടെ ശരീരത്തിലുണ്ടാവും. ആ ഒരു ശരീരത്തിൽ നമ്മളിപ്പോൾ ഹെയർ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു ഫീൽഡ് ആയതുകൊണ്ട് ഞങ്ങൾ ഹെയറിനെ പറ്റി മാത്രമായിട്ട് ഇതിനോട് റിലേറ്റഡ് പറയണുള്ളൂ. ബാക്കി കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതൊക്കെ ശരിക്കും ഫിസിഷ്യൻ ഡോക്ടേഴ്സ് ചെയ്യേണ്ട കാര്യമാണ്. അത് ഞാൻ വേണമെങ്കിൽ അത് വേറെ വീഡിയോയിൽ പറയാം. പക്ഷേ ഇത്തവണ ഞാൻ പറഞ്ഞത് ഹെയറിന് മാത്രമായിട്ടുള്ള. അതായത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഈ റെസിസ്റ്റൻസ് ടു ഇൻസുലിൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവണമെന്ന് വെച്ചാൽ നമ്മൾ ഷുഗർ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ ബോഡി ആ ഷുഗറിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യണം. അത് പാൻക്രിയാസ് ആണ് സെക്രീറ്റ് ചെയ്യുക. ആ പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്തു ഇൻസുലിൻ പക്ഷേ ഷുഗർ നല്ല രീതിയിൽ കൂടുതലാണെങ്കിൽ അങ്ങനെ ആകുമ്പോൾ ഇത് റാൻഡമായിട്ട് കുറേ ലെവൽ ഓഫ് ഇൻസുലിൻ കൂടിയ ലെവലിൽ ഇങ്ങനെ സെക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ബോഡിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എത്ര ചെയ്തിട്ടും അത് തടയാൻ പറ്റാത്തൊരവസ്ഥ വരും. അങ്ങനെയാകുമ്പോൾ ഒരു ത്രെഷോൾഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനോടുള്ള ഒരു എന്താ പറയുക ഡിപ്പെൻഡൻസി ബോഡി നമ്മുടെ ഗ്ലൂക്കോസിന് ഇല്ലാതെയാവും. അതായത് എത്ര ഇൻസുലിൻ വന്നാലും ഗ്ലൂക്കോസ് കുറയാത്തൊരവസ്ഥ. അങ്ങനെയാകുമ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരും. അപ്പോൾ ഈ കൂടിയ ഇൻസുലിനൊക്കെ എവിടെയാ ഉണ്ടാവുക? ബ്ലഡിലുണ്ടാവും. ആ ബ്ലഡിൽ ഉണ്ടാവുന്ന ഇൻസുലിൻ കൂടിയ ലെവലിൽ നിൽക്കുമ്പോൾ നമ്മുടെ രക്തയോട്ടത്തിന് അത് വളരെ വലിയ രീതിയിൽ തന്നെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാ വെച്ചാൽ നമ്മളെ രക്തയോട്ടത്തിലപ്പോൾ കൂടിയ എമൗണ്ട് ഓഫ് ഇൻസുലിൻസ് ഉണ്ടാവും. ആ ഇൻസുലിൻ കൂടുതലുണ്ടെങ്കിൽ നമ്മളെ രക്തത്തിൽ നിന്ന് കൊടുക്കുന്ന ഓക്സിജന്റെ എമൗണ്ട് വളരെ കുറയും. കാരണം എന്താ വെച്ചാൽ അതിൽ അതേപോലെ തന്നെ ഏഹ്, നമ്മുടെ രക്തത്തിലുള്ള പല അമിനോ ആസിഡ്സ് ഹെയറിൽ എത്താതെയാവും ഇൻസുലിൻ ഉള്ളതുകൊണ്ട്. അതേപോലെ തന്നെ പല കാര്യങ്ങൾ പല പല പ്രോട്ടീൻസും കാര്യങ്ങളൊന്നും ഹെയറിൽ എത്താതെയാവും ഇൻസുലിൻ ഉള്ളതുകൊണ്ട്. അതായത് ഗ്രാജ്വലി അതിൻ്റെ രക്തയോട്ടം കുറഞ്ഞുകൊണ്ടിരിക്കും. ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ഭാഗങ്ങൾ അതായത് നമ്മളെ കാലിലുള്ള ഹെയറുകൾ യൂഷ്വൽ ഗതിയിൽ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ കൊഴിഞ്ഞു പോകുന്നത് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് തലമുടിയിലുള്ള ഹെയർ സൈക്കിളിലൊക്കെ നല്ല വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു 3 വർഷം കൊണ്ട് 4 വർഷം കൊണ്ട് കഷണ്ടി ആവാൻ ചാൻസ് ഉണ്ട്. അതിന് ഡയബറ്റിക് ആവണമെന്നില്ല. അതിന് മുമ്പ് തന്നെ ചിലപ്പോൾ ആവാം കഷണ്ടി. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാനുള്ളതിൻ്റെ ഒരു ഫോർമുലയാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതിൻ്റെ ഫോർമുലേൻ്റെ അടിസ്ഥാനം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് അടിസ്ഥാനമാക്കി ചെയ്യുന്ന ഒരു ഫോർമുലയാണ്. ഫസ്റ്റ് നിങ്ങൾ രക്തത്തിലുള്ള ഇൻസുലിൻ കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് ഇൻസുലിൻ എൻ കണ്ടുപിടിച്ചല്ലോ രക്തത്തിൽ. അതേപോലെ തന്നെ രക്തത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ ലെവലും കണ്ടുപിടിക്കുക. ഈ 2 കാര്യങ്ങളും കണ്ടുപിടിക്കേണ്ടത് 8 തൊട്ട് 12 മണിക്കൂർ ഫാസ്റ്റിങ്ങിന് ശേഷമാണ്. എന്നിട്ട് ഈ 2 വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഒരു ആൻസർ കിട്ടും. ആ ആൻസർ ഡിവൈഡഡ് ബൈ 22.5 എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സിംഗിൾ ഡിജിറ്റ് ആയിട്ടുള്ള നമ്പറാണ് കിട്ടുക. അതിൽ 2 to 3 ആണ് ഒരു എന്താ പറയുക പ്രീ ഡയബറ്റിക് അല്ലെങ്കിൽ കഷണ്ടി ആവാം ഒരു 10 വർഷത്തിനുള്ളിൽ എന്നുള്ളൊരു കണ്ടീഷൻ വേണമെങ്കിൽ കണക്കാക്കിയിട്ട് 2 to 3ൻ്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ പറയാം. അതല്ല നേരെ മറിച്ച് 3 എബോവ് ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഒരു 5 വർഷം കൊണ്ട് കഷണ്ടി ആവും എന്നുള്ള രീതിയിലാക്കാം. അത് ഇൻസുലിൻ ഡിപ്പെൻഡൻസിനെ മാത്രം ബേസ് ചെയ്തിട്ടാണ്. അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ.
എനിക്ക് തോന്നുന്നു അതിനെപ്പറ്റി പഠനങ്ങൾ നടന്നിട്ടുണ്ട് ആക്ച്വലി. പക്ഷേ അതൊന്നും വലിയൊരു രീതിയിൽ ആരും അതില് ഇൻട്രസ്റ്റ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ജസ്റ്റ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. താങ്ക് യു.